അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ ഇലക്ഷൻ താജ ഒപ്പീനിയൻ പോൾ സർവേ. നിലവിലെ സഖ്യസാധ്യതകളിൽ തമിഴ്നാട്ടിലെ 234 അംഗ നിയമസഭയിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിവിധ ജില്ലകളിലായി വിവിധ മുന്നണികൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ. തമിഴ്നാട്ടിലെ ആദ്യത്തെ ജില്ലയായി നോക്കുന്നത് തിരുവണ്ണാമലയാണ്. തിരുവണ്ണാമലയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് ഇടതു സഖ്യമായ ഇന്ത്യ സഖ്യവും, 2 സീറ്റുകൾ വരെ AIADMK BJP സഖ്യമായ NDA സഖ്യവും, 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. തമിഴ്നാട്ടിലെ അടുത്ത ജില്ലയെ നോക്കുന്നത് ചെന്നൈയാണ്. ചെന്നൈയിൽ 16 സീറ്റുകളാണുള്ളത്. 16 സീറ്റുകളിൽ 12 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് ഇടതു സഖ്യമായ ഇന്ത്യ സഖ്യവും, 3 സീറ്റുകൾ വരെ AIADMK BJP സഖ്യമായ NDA സഖ്യവും, 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ ജില്ലയിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും, 5 സീറ്റുകൾ വരെ AIADMK BJP സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല മധുരയാണ്. മധുരയിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് ഇടതു സഖ്യമായ ഇന്ത്യ സഖ്യവും, 2 സീറ്റുകൾ വരെ AIADMK BJP സഖ്യമായ NDA സഖ്യവും, 2 സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല സേലമാണ്. സേലം ജില്ലയിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് ഇടതു സഖ്യമായ ഇന്ത്യ സഖ്യവും, 6 സീറ്റുകൾ വരെ AIADMK BJP സഖ്യമായ NDA സഖ്യവും, 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല തിരുച്ചിറപ്പള്ളിയാണ്. തിരുച്ചിറപ്പള്ളിയിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് ഇടതു സഖ്യമായ ഇന്ത്യ സഖ്യവും, 2 സീറ്റുകൾ വരെ AIADMK BJP സഖ്യമായ NDA സഖ്യവും, 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കന്യാകുമാരിയാണ്. കന്യാകുമാരി ജില്ലയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും, 1 സീറ്റ് AIADMK BJP സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല വെല്ലൂരാണ്. വെല്ലൂർ ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും, 1 സീറ്റ് AIADMK BJP സഖ്യമായ NDA സഖ്യവും, 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഈറോഡാണ്. ഈറോഡ് ജില്ലയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് ഇടതു സഖ്യമായ ഇന്ത്യ സഖ്യവും, 3 സീറ്റുകൾ വരെ AIADMK BJP സഖ്യമായ NDA സഖ്യവും, 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ധർമ്മപുരിയാണ്. ധർമ്മപുരി ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് ഇടതു സഖ്യമായ ഇന്ത്യ സഖ്യവും, 2 സീറ്റുകൾ വരെ AIADMK BJP സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല തിരുനെൽവേലിയാണ്. തിരുനെൽവേലി ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും, 1 സീറ്റ് AIADMK BJP സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല തഞ്ചാവൂരാണ്. തഞ്ചാവൂർ ജില്ലയിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 7 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് ഇടതു സഖ്യമായ ഇന്ത്യ സഖ്യവും, 2 സീറ്റുകൾ വരെ AIADMK BJP സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല വിഴുപുരമാണ്. വിഴുപുരം ജില്ലയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും, 2 സീറ്റുകൾ വരെ AIADMK BJP സഖ്യമായ NDA സഖ്യവും, 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല നാഗപട്ടണമാണ്. നാഗപട്ടണത്തിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 5 സീറ്റും DMK കോൺഗ്രസ് ഇടതു സഖ്യമായ ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത. AIADMK BJP സഖ്യമായ NDA സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല കാഞ്ചീപുരമാണ്. കാഞ്ചീപുരം ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്.
4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് ഇടത് സഖ്യമായ ഇന്ത്യ സഖ്യവും, 1 സീറ്റ് AIADMK BJP സഖ്യമായ NDA സഖ്യവും, 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കൃഷ്ണഗിരി ജില്ലയാണ്. കൃഷ്ണഗിരി ജില്ലയിൽ 6 സീറ്റുകളാണ് ഉള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് ഇടത് സഖ്യമായ ഇന്ത്യ സഖ്യവും, 4 സീറ്റുകൾ വരെ AIADMK BJP സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കരൂരാണ്. കരൂർ ജില്ലയിൽ 4 സീറ്റുകളാണ് ഉള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് ഇടത് സഖ്യമായ ഇന്ത്യ സഖ്യവും, 1 സീറ്റ് AIADMK BJP സഖ്യമായ NDA സഖ്യവും, 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല പേരമ്പല്ലൂരാണ്. പേരമ്പല്ലൂരിൽ 1 സീറ്റാണുള്ളത്. ആ 1 സീറ്റ് DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത. AIADMK സഖ്യമായ NDA സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല കഡലൂർ ജില്ലയാണ്. കഡലൂരിൽ 9 സീറ്റുകളാണ് ഉള്ളത്. 9 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും, 2 സീറ്റുകൾ വരെ AIADMK BJP സഖ്യമായ NDA സഖ്യവും, 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ദിണ്ടിക്കലാണ്. ദിണ്ടിക്കലിൽ 7 സീറ്റുകളാണ് ഉള്ളത്. 7 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും, 2 സീറ്റുകൾ വരെ AIADMK BJP സഖ്യമായ NDA സഖ്യവും, 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല തേനി ജില്ലയാണ്. തേനി ജില്ലയിൽ 4 സീറ്റുകളാണ് ഉള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും, 2 സീറ്റുകൾ വരെ AIADMK BJP സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല രാമനാഥപുരമാണ്. രാമനാഥപുരം ജില്ലയിൽ 3 സീറ്റുകളാണ് ഉള്ളത്. 3 സീറ്റുകളിൽ 3 സീറ്റും DMK കോൺഗ്രസ് ഇടത് സഖ്യമായ ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത. AIADMK BJP സഖ്യമായ NDA സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല വിരുദുനഗറാണ്. വിരുദുനഗറിൽ 7 സീറ്റുകളാണ് ഉള്ളത്. 7 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും, 2 സീറ്റുകൾ വരെ AIADMK BJP സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ശിവഗംഗയാണ്. ശിവഗംഗയിൽ 4 സീറ്റുകളാണ് ഉള്ളത്. 4 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് ഇടത് സഖ്യമായ ഇന്ത്യ സഖ്യവും, 1 സീറ്റ് AIADMK BJP സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല തെങ്കാശിയാണ്. തെങ്കാശി ജില്ലയിൽ 5 സീറ്റുകളാണ് ഉള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും, 1 സീറ്റ് AIADMK BJP സഖ്യമായ NDA സഖ്യവും, 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല തൂത്തുക്കുടിയാണ്. തൂത്തുക്കുടി ജില്ലയിൽ 6 സീറ്റുകളാണ് ഉള്ളത്. 6 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും, 2 സീറ്റുകൾ വരെ AIADMK BJP സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല നാമക്കല്ലാണ്. നാമക്കൽ ജില്ലയിൽ 6 സീറ്റുകളാണ് ഉള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും, 3 സീറ്റുകൾ വരെ AIADMK BJP സഖ്യമായ NDA സഖ്യവും, 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല നീലഗിരിയാണ്. നീലഗിരി ജില്ലയിൽ 3 സീറ്റുകളാണ് ഉള്ളത്. 3 സീറ്റുകളിൽ 3 സീറ്റും DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത. AIADMK സഖ്യമായ NDA സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല തിരുപ്പൂരാണ്. തിരുപ്പൂർ ജില്ലയിൽ 8 സീറ്റുകളാണ് ഉള്ളത്. 8 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും, 4 സീറ്റുകൾ വരെ AIADMK BJP സഖ്യമായ NDA സഖ്യവും, 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കള്ളക്കുറിച്ചിയാണ്. കള്ളക്കുറിച്ചി ജില്ലയിൽ 4 സീറ്റുകളാണ് ഉള്ളത്. 4 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും, 1 സീറ്റ് AIADMK BJP സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല അരിയല്ലൂരാണ്. അരിയല്ലൂരിൽ 2 സീറ്റുകളാണ് ഉള്ളത്. 2 സീറ്റുകളിൽ
2 സീറ്റും DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത. NDA സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല മയിലാടുതുറയാണ്. മയിലാടുതുറയിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റും DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത. NDA സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല റാണിപ്പേട്ടയാണ്. റാണിപ്പേട്ട ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. AIADMK സഖ്യമായ NDA സഖ്യത്തിന് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല തിരുപ്പത്തൂരാണ്. തിരുപ്പത്തൂരിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 4 സീറ്റും DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത. AIADMK സഖ്യമായ NDA സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല ചെങ്കൽപ്പെട്ടാണ്. ചെങ്കൽപ്പെട്ടിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 1 സീറ്റ് AIADMK BJP സഖ്യമായ NDA സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല തിരുവള്ളൂരാണ്. തിരുവള്ളൂർ ജില്ലയിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 7 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ AIADMK BJP സഖ്യമായ NDA സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല തിരുവാരൂരാണ്. തിരുവാരൂരിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 1 സീറ്റ് AIADMK BJP സഖ്യമായ NDA സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല പുതുക്കോട്ടയാണ്. പുതുക്കോട്ടയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 4 സീറ്റും DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത. AIADMK സഖ്യമായ NDA സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. തമിഴ്നാട് നിയമസഭയിലെ ആകെയുള്ള 234 സീറ്റുകളിൽ 152 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 62 സീറ്റുകൾ വരെ AIADMK BJP സഖ്യമായ NDA സഖ്യവും 20 സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത.